ശബരിമലയിലെ യോഗദണ്ഡിൽ സ്വർണം പൂശിയതിലും ദുരൂഹത എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ദണ്ഡിൽ സ്വർണം പൂശാൻ ഏൽപ്പിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ മകനെയാണ്. 2019 ജയകുമാർ പത്മൻ ദണ്ഡിൽ സ്വർണം പൂശി നൽകിയത്. തന്ത്രി പറഞ്ഞിട്ടാണ് സ്വർണം പൂശി നൽകിയതെന്നാണ് പത്മകുമാറിന്റെ വിശദീകരണം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനുണ്ട്. സിജോ, ഈ യോഗദണ്ഡിലും സ്വർണം പൂശിയതിൽ ദുരൂഹത എന്തുകൊണ്ടാണ് ആരോപിക്കപ്പെടുന്നത്? ഈ 2019 ഈ ദ്വാരപാലികാ ശില്പങ്ങൾ അതിന്റെ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പാണ് യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. ഇതിൽ ഈ നമുക്കറിയാം കോടതിയുടെ ഒക്കെ കൃത്യമായ നിർദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ബോർഡിന്റെ ഒക്കെ ഒരു ക്രമങ്ങളുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊന്നും ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഈ യോഗദണ്ഡ് പുറത്ത് കൊണ്ടുപോയി ചെയ്തോ, അതോ യോഗദണ്ഡ് മാത്രമല്ല രുദ്രാക്ഷമാലയുണ്ട്, അത് രണ്ട് പുറത്ത് കൊണ്ടുപോയി ചെയ്തോ എന്നുള്ളൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇത് കൊണ്ടുപോയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകൻ കൂടിയായ ജയകുമാർ പത്മനാണ്. ഇത് എങ്ങനെയാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം ഇതാണ്. തന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയുന്നത്. ഇത് അറ്റകുറ്റപ്പണി ചെയ്യണം എന്നുള്ള ഒരു സ്വർണ്ണം പൂശണം എന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് തന്റെ മകൻ ചെയ്തോളും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ജയകുമാർ ഇത് കൊണ്ടുപോകുന്നത്, അത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പല നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും ഈ ശബരിമലയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജയകുമാർ പത്മന്റെ റോൾ എന്താണ്? അദ്ദേഹം ഒരു സ്പോൺസറാണോ? ഉണ്ണികൃഷ്ണ പോറ്റി പോലെ സ്പോൺസറാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റോൾ അദ്ദേഹം ശബരിമലയിലോ ദേവസ്വം ബോർഡിലോ വഹിക്കുന്നുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. തന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ പത്മകുമാറാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്റെ മകൻ ചെയ്തോളും എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അങ്ങനെ ഇതുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട റോൾ ആ സമയത്ത് വഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെ തന്ത്രി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ താൻ ഒരു വിശ്വാസി എന്ന നിലയിൽ തന്റെ മകൻ അത് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ് പത്മകുമാർ. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഇതിന്റെ ചുമതലയൊക്കെ ആ സമയത്ത് പത്മകുമാർ ബോർഡ് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്താണ് ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരെ പഴിചാരി തനിക്ക് അറിഞ്ഞില്ല എന്നുള്ള വിവരങ്ങളാണ് പത്മകുമാർ പറയുന്നത്. സ്വർണ്ണപ്പാളി ഈ ദ്വാരപാലക ശില്പത്തിലെ ഒക്കെ സ്വർണ്ണപ്പാളിയൊക്കെ കൊണ്ടുവന്ന സമയത്ത് അത് ഉദ്യോഗസ്ഥർ നടത്തി, തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കൂടി കടന്നു പോകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഈ യോഗദണ്ഡൊക്കെ പൂശാൻ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ തന്റെ മകൻ ചെയ്തുകൊള്ളുന്ന പറയുന്നത് സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അത്ര ലാഘവത്തോടെയാണ് ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്.